അസ്സലാമു അലൈക്കും. തഫ്സീർ വായന ഭാഗം 53. എതിരാളികളും അവരോടുള്ള നയങ്ങളും. 1. മുശ്രിക്കുകൾ, ബഹുദൈവ വിശ്വാസികൾ. അറബിയയിലെ മുശ്രിക്കുകൾ തങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മതക്കാരാണെന്നും അദ്ദേഹത്തിൻ്റെ മാർഗത്തിലാണ് നിലകൊള്ളുന്നതെന്നും വാദിക്കുന്നവരായിരുന്നു. അവർ തങ്ങളെപ്പറ്റി ഹുനഫാ എന്ന് പറഞ്ഞിരുന്നു. ഹുനഫാ എന്നത് ഹനീഫ് എന്നതിൻ്റെ ബഹുവചനമാകുന്നു. ഋജുവായ മാർഗം സ്വീകരിച്ചവർ എന്നാണ് വാക്കിൻ്റെ താൽപ്പര്യം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മാർഗം സ്വീകരിച്ചവർ എന്നാണ് ഈ വാക്കുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത്. ഹജ്ജ് കർമ്മം അനുഷ്ഠിക്കുക, കഅബയെ ഖിബ്ലയായി അഭിമുഖ കേന്ദ്രമായി അംഗീകരിക്കുക, അതിനെ ബഹുമാനിക്കുക, ചേലാകർമ്മം ചെയ്യുക, രക്തബന്ധവും മുലകുടി ബന്ധവുമുള്ളവർ തമ്മിൽ വിവാഹം നടത്താതിരിക്കുക മുതലായ പലതും അവർ സ്വീകരിച്ചു പോന്നിരുന്നു. ദാനധർമാദികൾ, കുടുംബബന്ധം പാലിക്കൽ, വാഗ്ദത്തം നിർവഹിക്കൽ, അതിഥി സൽക്കാരം തുടങ്ങിയ കാര്യങ്ങൾ അവർക്കിടയിൽ അംഗീകരിക്കപ്പെട്ട ഗുണങ്ങളായിരുന്നു. നമസ്കാരം, നോമ്പ്, ശുദ്ധീകരണം മുതലായവയും ചില രൂപത്തിൽ അവർ അനുഷ്ഠിച്ചിരുന്നു. കൊല, വ്യഭിചാരം, കളവ് തുടങ്ങിയവ നിഷിദ്ധങ്ങളായും അവർ കരുതി വന്നിരുന്നു. മതദൃഷ്ട്യാ ഇങ്ങനെ പലതും അനുഷ്ഠിക്കേണ്ടതായും ഉപേക്ഷിക്കേണ്ടതായും ഉണ്ടെന്ന് അവർ സമ്മതിച്ചിരുന്നുവെങ്കിലും കർമ്മരംഗത്ത് നോക്കുമ്പോൾ ചില വ്യക്തികളൊഴിച്ചു മറ്റെല്ലാവർക്കുമിടയിലും മതപരമായ ഒരു അരാജകത്വമാണ് അന്നുണ്ടായിരുന്നത്. വിശ്വാസപരമായി നോക്കുന്ന പക്ഷം ആകാശഭൂമികൾ ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ചത്തിന് ഒരു സ്രഷ്ടാവുണ്ട്. ലോകത്ത് നടക്കുന്ന മഹൽ കാര്യങ്ങളെല്ലാം അവൻ്റെ കൈക്കാണ് നടക്കുന്നത്. അവൻ സർവശക്തനും സർവജ്ഞനുമാണ്. അവൻ്റെ വിധി നിർണയങ്ങൾക്കനുസരിച്ചേ കാര്യങ്ങൾ സംഭവിക്കുകയുള്ളൂ. സൃഷ്ടികളിൽ മലക്കുകളാകുന്ന ഒരുതരം ആത്മീയ ജീവികളുണ്ട്. അവർ പരിശുദ്ധരാണ് എന്നിങ്ങനെയുള്ള വിശ്വാസങ്ങൾ അറബികൾക്കുണ്ടായിരുന്നു. പക്ഷേ സിദ്ധാന്തങ്ങളും തത്വങ്ങളും ഇങ്ങനെയെല്ലാമായിരുന്നുവെങ്കിലും ആ അടിസ്ഥാനത്തിലായിരുന്നില്ല അവരുടെ ജീവിത രീതി.